പ്രശാന്തേട്ട, എല്ലാ പ്രവൃത്തിക്കും അതിന് തുല്യമായിട്ടുള്ള തിരിച്ച് റിയാക്ഷൻ ഉണ്ടാകും എന്നതാണ്, അതൊരു പ്രകൃതി സത്യമാണ്. ബംഗ്ലാദേശിൽ ഹിന്ദു ഉണർന്നോ? കാരണം കഴിഞ്ഞ ദിവസം ഏതാണ്ട് 7 ലക്ഷത്തോളം പേർ പങ്കെടുത്തിയൊരു മാർച്ചാണ് ബംഗ്ലാദേശിൽ അവർ നടത്തിയത്. ഹിന്ദു ഉണർന്നോ എന്ന് ചോദിച്ചാൽ ഹിന്ദുവിനെ ഉണർത്തി. കഴിഞ്ഞ ദിവസം നേരത്തെ ഒരു ആശങ്കയായിരുന്നല്ലോ, കഴിഞ്ഞൊരു ടോക്കിൻ്റെ അകത്ത് ശ്യാമി ചോദിച്ചല്ലോ എന്താണ് ഇവർ ചെയ്യാത്തത്, നമ്മളുടെ വാതിലുകൾ എന്താണ് അവർക്ക് വേണ്ടി തുറന്നിടാത്തത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് അവിടുത്തെ വിശ്വഹിന്ദു അല്ലെങ്കിൽ RSSൻ്റെയൊക്കെ ഒരു പ്രസ്താവന കേട്ടപ്പോൾ ഇന്ത്യയിലുള്ള RSSകാരൊക്കെ വിചാരിച്ചു കാണും ഇവിടെ കിടന്ന് പ്രസ്താവന നടത്തിയിട്ട് എന്താണ് കാര്യം, വിശ്വഹിന്ദു പരിഷത്തിൻ്റെ പ്രസ്താവന. അതിനുശേഷം ലോകത്തുടനീളമുള്ള ഹിന്ദു സംഘടനകൾ, എല്ലാ രാജ്യത്തുമുള്ള ഹിന്ദു സംഘടനകളുടെ പ്രതിഷേധവും അല്ലെങ്കിൽ അതിനുശേഷമാണ് അമേരിക്കൻ അല്ലെങ്കിൽ UN അവിടോട്ട് 100 കണക്കിന് വരുന്ന ഹിന്ദുക്കൾ പ്രകടനം നടത്തുന്നു. ആദ്യം ഇന്നലെ ആ പ്രകടനം വലുതായി ഏതാണ്ട് 8 ലക്ഷം പേരോട് കൂടിയുള്ള ഒരു പ്രകടനം അവിടെ നടന്നിരിക്കുകയാണ്. അതായത് ഈ പ്രകടനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 8% വരുന്ന ഹിന്ദുക്കൾ മാത്രമേ ഉള്ളൂ. അതിനകത്ത് അല്ലെങ്കിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ജൈനന്മാരും ഒക്കെ വരുന്ന ന്യൂനപക്ഷമാണ് അവിടെ ഉള്ളത്. ആ ന്യൂനപക്ഷത്തെ വളരെ കൃത്യമായിട്ട് ഒരു കലാപത്തിൻ്റെ രൂപേണ ഉപദ്രവിച്ചില്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ബംഗ്ലാദേശിൽ കണ്ടത്. അതായത് വിദ്യാർത്ഥി പ്രക്ഷോഭം എന്ന പേരിൽ ഉണ്ടായ ഒരു കലാപം, ആ പ്രക്ഷോഭം വിജയിക്കുന്ന ഒരവസ്ഥ വന്നപ്പോൾ അല്ലെങ്കിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം വിജയിക്കുന്ന ഒരവസ്ഥ വന്നപ്പോൾ ആ വിദ്യാർത്ഥി പ്രക്ഷോഭം അടങ്ങുന്നതിന് പകരം ആ പ്രക്ഷോഭം വേറെ ഒരു വർഗീയ കലാപമായിട്ട് അല്ലെങ്കിൽ ഒരു ന്യൂനപക്ഷങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഇസ്ലാമിസ്റ്റ് കലാപമായിട്ട് അവിടെ മാറുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടത്. അതിനുദാഹരണമാണ് അവിടെ പുതിയ പ്രസിഡന്റ് മുഹമ്മദ് യൂനസ് ചുമതലയേറ്റതിന് ശേഷം ഇതാണ് സംഭവിക്കുന്നത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ മാറ്റുന്നു. അത് മാറാൻ തയ്യാറാവാതെ വന്നപ്പോൾ ഇവിടുത്തെ ഈ അക്രമകാരികൾ കയറി മാറ്റുന്നു. അതായത് ഒരു രാജ്യത്ത് ഈ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ആഗ്രഹമായിരുന്നു അത് എങ്കിൽ ഇങ്ങനെ സംഭവിക്കത്തില്ലല്ലോ. ആഗ്രഹിച്ച രാജ്യത്തെ ജനങ്ങളെല്ലാം കൂടി അവിടുത്തെ സ്വേച്ഛാധിപതിയായിട്ടുള്ള ഭരണാധികാരിയെ മാറ്റിക്കഴിയുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഒരാൾ ഭരണാധികാരിയായിട്ട് വരുമ്പോൾ വീണ്ടും അവിടെ ഈ മാതിരി ഒരു കലാപവും അല്ലെങ്കിൽ വിഷയങ്ങളും ഒന്നും ഉണ്ടാവും. അവിടെ ഒരു രാജ്യത്തെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി വിദേശ ശക്തികൾ ശ്രമിക്കുകയും ആ ശക്തികളുടെ ശ്രമത്തിൻ്റെ സഹായത്തിൻ്റെ ഫലമായി അവിടുത്തെ ഇസ്ലാമിസ്റ്റുകൾ അല്ലെങ്കിൽ രാജ്യവിരുദ്ധ ശക്തികൾ ഏറ്റെടുക്കുകയും ആ രാജ്യവിരുദ്ധ ശക്തികൾ പട്ടാളത്തെയും ഭരണ സംവിധാനത്തെയും ഒക്കെ വിലക്കെടുക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ടുണ്ടായ ഒരു കലാപമാണ്. ആ കലാപത്തിനകത്ത് പങ്കെടുക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ 10,000-50,000 പേര് അവർ സംഘടിതർ, ബാക്കി നിൽക്കുന്ന ഏതാണ്ട് 16 കോടി ജനം അസംഘടിതർ. അപ്പം സംഘടിപ്പിക്കാൻ ആളുണ്ടാകുന്ന ഒരവസ്ഥ വന്നപ്പോൾ ഹിന്ദു സംഘടിച്ചു. അവിടെ ഉള്ള ഹിന്ദുക്കളുടെ 1% പോലും സംഘടിച്ചിട്ടില്ല. അതായത് ഇവിടുത്തെ RSS ലോകത്ത് 147 രാജ്യങ്ങളിൽ RSS ഉണ്ട്. ഇവിടെ ആർക്കും അറിയത്തില്ല. ആ രാജ്യത്തിനൊന്നും ദോഷം വരുന്ന രീതിയിലല്ല അവിടെ RSS പ്രവർത്തിക്കുന്നത്. ഒരു രാജ്യത്തിൽ നിന്നും RSS പ്രവർത്തിച്ചത് കൊണ്ട് ആ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്കോ ആ രാജ്യത്തിൻ്റെ താല്പര്യത്തിനോ വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചതായിട്ട് ഒരു റിപ്പോർട്ടും ഒരു പരാതിയും ഇന്ന് ലോകത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പം ഈ ഹിന്ദുക്കൾ സംഘടിക്കുന്ന ഒരു രീതി വന്നു. ഇനി അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് വന്ന യഥാർത്ഥ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ നേതാക്കന്മാർ ഹിന്ദുക്കൾക്ക് പിന്തുണ കൊടുക്കുന്നൊരവസ്ഥ വന്നു. ഇവിടുത്തെ ഹിന്ദുക്കൾ അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിനെ ഈ രാജ്യത്തെ പീഡിപ്പിക്കാൻ സാധ്യത അതൊരു നല്ല ഒരു സിഗ്നലിലേക്കാണ് കാണിക്കുന്നത്. പീഡിപ്പിക്കാൻ നടക്കത്തില്ല. മാത്രമല്ല ഈ പ്രക്ഷോഭകാരികളും ഈ വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും അവരുടെ ഒരു സംഘടന ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടല്ലോ, ആ സംഘടനകൾ ഇവിടുത്തെ ന്യൂനപക്ഷത്തിന് ഏതാണ്ട് 10% സംവരണം അല്ലെങ്കിൽ പ്രാതിനിധ്യം ഇവിടുത്തെ പാർലമെൻറ്റ് ജനാധിപത്യ സംവിധാനത്തിന് ഇതിനകത്ത് ഉണ്ടായേ മതിയാകുമെന്ന് പറഞ്ഞ് ഒരു പ്രക്ഷോഭത്തിൻ്റെ രീതിയിലേക്ക് ഒരു സമരത്തിൻ്റെ പാതയിലേക്ക് അവിടുത്തെ ഇന്നലത്തെ ഹിന്ദുവിൻ്റെ കൂട്ടായ്മ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ഇവിടെ ഹിന്ദുവിനെ ഉപദ്രവിച്ചാൽ അത് ന്യൂനപക്ഷമായാലും കൊള്ളാം ഭൂരിപക്ഷമായാലും കൊള്ളാം രാജ്യത്തുടനീളം അതിന് ചോദിക്കാനും പറയാനും അല്ലെങ്കിൽ അവരുടെ കൂട്ടായ്മയ്ക്ക് പണ്ട് എന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആ കൂട്ടായ്മയ്ക്ക് ശക്തി പകരുന്നതിനും ആ കൂട്ടായ്മയ്ക്ക് ഒരു ശക്തിയൊക്കെ ഉണ്ടായി വരുന്ന രീതിയിലേക്കുമാണ് രാജ്യത്തെ കാര്യങ്ങൾ നടന്നു നീങ്ങുന്നത്. അതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യത്ത് അല്ലെങ്കിൽ ഭരിക്കുന്ന നരേന്ദ്രമോദിയും അല്ലെങ്കിൽ ആ ഹിന്ദുത്വ അജണ്ടയും ആ ഹിന്ദുത്വ അജണ്ടയിൽ ഊന്നിയുള്ള ഒരു ലോകത്തെമ്പാടുമുള്ള ഒരു പ്രവർത്തനവുമൊക്കെയാണ്. അപ്പം ഈ ഹിന്ദുത്വ അജണ്ടയുമായിട്ട് നിൽക്കുന്ന നരേന്ദ്രമോദി എന്ന് പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രിയെ ഇസ്ലാമിക് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളിടത്ത് കിട്ടുന്ന ഒരു അംഗീകാരത്തിൻ്റെ
ഫലം കൂടിയാണ് ഹിന്ദുവിന് കിട്ടുന്ന അംഗീകാരം എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇതൊരു നല്ല ലക്ഷണത്തിലേക്കാണ് പോകുന്നത്. ഒരു രാജ്യത്ത് നിരപരാധികളായിട്ടുള്ള ജനങ്ങൾ, അസംഘടിതരായിട്ടുള്ള ജനങ്ങളെ വളരെ കൃത്യമായിട്ട് ഒരു കലാപത്തിൻ്റെ പേരിൽ ആ കലാപത്തിൻ്റെ താല്പര്യം സംരക്ഷിച്ചതിന് ശേഷവും ആ കലാപം വരിതിരിച്ചു വിട്ട് ഒരു വർഗീയ കലാപമായിട്ട് മാറ്റി അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ, അല്ലെങ്കിൽ ഹിന്ദു വേട്ട, അല്ലെങ്കിൽ ക്രിസ്ത്യൻ വേട്ട, അല്ലെങ്കിൽ ബുദ്ധ വേട്ടയിലേക്ക് കൊണ്ടുവരുന്ന ഒരു തിരിച്ചറിവ്, അല്ലെങ്കിൽ ജനം തിരിച്ചറിഞ്ഞ് തെരുവിലിറങ്ങുന്നു. ആ തെരുവിലിറങ്ങുന്ന ജനങ്ങൾക്ക് അവിടുത്തെ നല്ലവരായ മുസ്ലിങ്ങളും അല്ലെങ്കിൽ നല്ലവരായിട്ടുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനവും യുവജനവും ഒക്കെ കൂട്ടുനിൽക്കുന്നത് ഈ രാജ്യത്ത് ഒരു നല്ല പോക്കിൻ്റെ ലക്ഷണമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നലെ നടന്ന മാർച്ചിൽ അവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഒന്ന് സംരക്ഷണം, 10% സംവരണം പാർലമെൻറ്റിൽ വേണം, പ്രത്യേക നിയമം വേണം പിന്നെ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, പിന്നെ ട്രിബ്യൂണൽ വേണം. അതായത് ഈ കലാപം നടത്തി ഈ പെൺകുഞ്ഞുങ്ങളെ എല്ലാം പിടിച്ചുകൊണ്ടുപോയി റേപ്പിയൊക്കെ ചെയ്ത് കൊലപാതകം നടത്തിയവരുടെ പിന്നെ വിചാരണ നടത്തണം. ഇത്രയും കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടത്. ഈ ആവശ്യങ്ങളൊക്കെ നടക്കുമോ? അല്ല, നടക്കണമല്ലോ. നടക്കാതെ എവിടെ പോകാൻ? അവിടെ നടക്കുമെന്ന് കണ്ടുകൊണ്ടാണല്ലോ ആവശ്യങ്ങൾ ഉന്നയിച്ചത്. ആ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ പോലും അല്ലെങ്കിൽ നിശബ്ദമായിട്ട് നിന്ന ഒരു സമൂഹത്തിൽ നിന്ന് 200-ൽ നിന്നും 7 ലക്ഷം പേരായില്ലേ. അവരുടെ ആവശ്യം ഈ ക്രൂരത, പെൺകുഞ്ഞുങ്ങളോട് കാണിക്കുന്ന ക്രൂരത, നിരപരാധികളായിട്ടുള്ള അവർ ഹിന്ദുക്കളായി എന്ന് ഉള്ളതുകൊണ്ട് ഒരു രാജ്യത്ത് അനുഭവിക്കുന്ന പീഡ, ഇതൊക്കെ കണ്ടപ്പോൾ മനുഷ്യരായിട്ടുള്ള, നമ്മൾ നേരത്തെ പല ചർച്ചകളും പറഞ്ഞിട്ടുണ്ട്, ഈ ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറയുന്ന ആൾക്കാർ 17 കോടി ജനമുള്ളതിനകത്ത് 50,000 പേരാ ശ്യാമി അവിടെ ഇറങ്ങിയിരിക്കുന്നത്. അവനാണ് ഈ ക്രൂരത കാണിക്കുന്നത്. ബാക്കിയുള്ള മുസ്ലിങ്ങൾ മൊത്തം ഈ പേര് പിടിച്ചേക്കുവാണ്. മനുഷ്യസ്നേഹികളായിട്ടുള്ള മുസ്ലിങ്ങളുണ്ട്. ബാക്കി ഈ 50,000 പേരോ അല്ല 1 ലക്ഷം പേരോ കാണിക്കുന്നതിന് മൊത്തം ആ മുസ്ലിങ്ങൾക്കാണ് പേര്. അവർ മൊത്തത്തിൽ കാണിക്കുന്നതായിട്ടാണ് പേര്. ഇത് ലോകത്തുടനീളം, ഇന്ത്യയിലുടനീളം നടക്കുന്നതും ലോകത്തുടനീളം നടക്കുന്നതും ഇത് തന്നെയാണ്. മുസ്ലിങ്ങളെ മൊത്തത്തിൽ നമ്മൾ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. മുസ്ലിങ്ങൾ മനുഷ്യസ്നേഹികളായിട്ടുള്ളതുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ ബംഗ്ലാദേശിലെയും ഈ അവാമി ഹിന്ദു ലീഗിൻ്റെ നേതാക്കന്മാരെ കൊന്നപ്പോൾ മുസ്ലിങ്ങൾ ഇടപെട്ടു. അവിടുത്തെ മുസ്ലിങ്ങളായിരുന്നു അവിടുത്തെ പല അമ്പലങ്ങൾക്കും കാവലിരുന്നത് ഈ പ്രക്ഷോഭം നടക്കുന്ന സമയത്ത്. അവർക്ക് ജീവന് ഭീഷണിയാണ്. അവർക്ക് ഈ വർഗീയവാദികൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിൽ കലാപം ഓപ്പറേറ്റ് ചെയ്യുന്നവർക്ക് അവരുടെ കലാപത്തിനെതിരെ നിൽക്കുന്നവരെല്ലാം അവരുടെ ശത്രുക്കളാണ്. അതിനകത്ത് മുസ്ലിമൊന്നും ഇല്ല, ഹിന്ദു ഇല്ല, ആരുമില്ല. അത് മനസ്സിലാക്കിയാണ് അവിടുത്തെ പൊതുജനം നിൽക്കുന്നത്. ഞാനീ പറഞ്ഞത്, ഇതുപോലുള്ള കലാപകാരികളെ അല്ലെങ്കിൽ വിധ്വംസ പ്രവർത്തനം നടത്തുന്നവരെ, ഭീകരന്മാരെ തിരിച്ചറിഞ്ഞ്, യുവമാർക്ക് വേറെ അജണ്ടയുണ്ട്. അവന്മാരുടെ ജീവിതം ആഗ്രഹിക്കുന്ന പോലെ ആരും നിയന്ത്രിക്കാനില്ലാത്ത രീതിയിലേക്ക് പെണ്ണും പിടിച്ച് കള്ളും കുടിച്ച് സമ്പന്നമായി ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം കലാപകാരികളെ അല്ലെങ്കിൽ ഇത്തരം കലാപകാരികൾ സ്വയം ഉണ്ടാവുന്നത്. ശ്രദ്ധിച്ചില്ലേ? ഹൂറിയാന്ന് അല്ലെങ്കിൽ ഹമാസാന്ന് പറഞ്ഞാൽ അവനിഷ്ടമുള്ളവരെ പിടിച്ചോണ്ട് പോവാം. അവനിഷ്ടമുള്ള പോലെ സമ്പത്ത്, ഇതുപോലെ അമേരിക്ക പോലെ അല്ലെങ്കിൽ ഇതുപോലെ രാജ്യങ്ങൾ അവരുടെ രാജ്യത്തിൽ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് ഇവനെ ഉപയോഗിക്കുന്നതിന് കോടിക്കണക്കിന് രൂപ കിട്ടും. അപ്പോൾ ആ രീതിയിലേക്ക് ഈ രാജ്യത്ത് അസമത്വത്തിലേക്ക്, അത് സ്വേച്ഛാധിപതിയെ പോലെ അല്ലെങ്കിൽ ക്രൂരമായിട്ട് ജീവിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള സംഘടനകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ സംഘടനകൾക്ക് മാന്യമായിട്ടുള്ള എല്ലാ ജാതിയിൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ എതിരാണ്. അതാണിപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ അതിനെതിരാണ്. അതുകൊണ്ടാണല്ലോ ഹസീന എന്ന് പറയുന്ന സ്ത്രീക്ക് ഏതാണ്ട് 67%, 70% വോട്ടോടുകൂടി അവർ ജയിക്കുന്നത്. ബാക്കിയുള്ള പാർട്ടികൾ ബഹിഷ്കരിച്ചണക്കെ പോലും ഇത്രയും പേര് വന്ന് വോട്ട് ചെയ്യുന്നു. മനസ്സിലാവുന്നല്ലോ നേരത്തെ ഇലക്ഷൻ വന്നപ്പോൾ. അപ്പം ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഹിന്ദു സംഘടിച്ചിരിക്കുന്നു. ആ ഹിന്ദുക്കൾക്ക് വേണ്ടി ഹിന്ദുക്കളുടെ ഭാഗം ന്യായമാണെന്ന് കണ്ട് അവിടുത്തെ മുസ്ലിങ്ങൾ ഉൾപ്പെടെ, അവിടുത്തെ യുവജനങ്ങൾ ഉൾപ്പെടെ, വിദ്യാർത്ഥി സംഘടന ഉൾപ്പെടെ അവരുടെ കൂടെ കൂടിയിരിക്കുന്നു. അവർക്ക് വേണ്ടത് അവരെ ഉപദ്രവിച്ചവരെ കണ്ടെത്തണം, അവരെ ശിക്ഷിക്കണം, അതിൻ്റെ വിചാരണ പെട്ടെന്നുണ്ടാവണം, അവരുടെ സ്വത്തിനും സമ്പത്തിനും സംരക്ഷണം വേണം, അവർക്ക് അവിടുത്തെ ജനാധിപത്യ സംവിധാനത്തിനകത്ത് സംവരണം കൊടുക്കണമെന്ന് അവിടുത്തെ മുസ്ലിങ്ങൾ തന്നെ ആവശ്യപ്പെടുന്ന ഒരു രീതിയിലേക്ക് പോവുകയാണ്. ഇതൊരു പക്ഷേ നരേന്ദ്രമോദിയുടെയും RSSൻ്റെയും അല്ലെങ്കിൽ അവരുടെ ന്യായത്തിൻ്റെയും ഒക്കെ തിരിച്ചറിവായിരിക്കും, അംഗീകാരമായിരിക്കും എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഈ നരേന്ദ്രമോദി എന്ന് പറയുന്നത് ലോകത്തുള്ള രാജ്യങ്ങൾ മൊത്തം അംഗീകരിക്കുന്നുണ്ട്, നമ്മൾ ഇസ്ലാമിക രാജ്യങ്ങൾ ഉൾപ്പെടെ അംഗീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമാണ് ഇവിടുത്തെ ഹിന്ദുത്വയ്ക്കും അല്ലെങ്കിൽ ഹിന്ദുവിനും ഇപ്പം ലോകത്ത് അംഗീകാരം കിട്ടുന്നതാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അത് തന്നെയായിരിക്കും അതിൻ്റെ ശരി. അല്ല, ഇന്നലെ ഞാൻ കണ്ട ഒരു കാഴ്ച കൂടി ഞാൻ ഈ ചർച്ചയിൽ പറയും. ഇന്നലെ എനിക്ക് കഴിഞ്ഞ ചർച്ചയിൽ ഞാൻ കുറച്ച് വിഷ്വൽസിനെ കുറിച്ച് പറഞ്ഞു. ഇന്നലെ വന്ന ഒരു വിഷ്വൽസിൽ ഒരുത്തൻ വിളിച്ചു പറയുകയാണ്. ആ വിളിച്ചു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അവൻ എത്രത്തോളം ക്രൂരനാണെന്നാണ് ആലോചിക്കുന്നത്. ഈ 2 മാസം കൊണ്ട് ഇവിടുത്തെ 50,000 ന്യൂനപക്ഷ പെൺകുട്ടികൾ ഗർഭിണികളായിരിക്കുമെന്ന്, അത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളായിരിക്കുമെന്ന്. ഇതാണ് അവന്മാർ വിളിച്ചു പറയുന്നത്. പിന്നെ വേറൊരു വീഡിയോ, ഒരു കുളത്തിൽ ചാടി ഒരു മനുഷ്യൻ രക്ഷപ്പെടാൻ വേണ്ടി ഇവന്മാർ ചുറ്റും നിന്ന് കല്ലെറിയുന്നു.
കണ്ടായിരുന്നോ വിഷുവിൽ? ഇല്ല, ഞാനത് കാണാൻ പോകത്തില്ല. കാരണം എനിക്ക് ഈ ഏത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി ഒന്നുമില്ല. എനിക്ക് ക്രൂരത ആരോട് കാണിക്കുന്നതും നമ്മുടെ മനസ്സെന്തിനാണ് അസ്വസ്ഥമാകുന്നത്. നമ്മൾ കണ്ടിട്ട് സംഭവിക്കുന്നത് കുഞ്ഞുങ്ങളുടെ ക്രൂരത കാണിക്കുന്നതൊന്നും എനിക്ക് സന്തോഷം തരുന്നൊരു കാര്യമല്ല. മാത്രമല്ല ഈ ക്രൂരതകൾക്ക് ഇത്തരം ക്രൂരമായ മനസ്സുമായിട്ട് നിൽക്കുന്ന ആൾക്കാർ ലോകത്തുണ്ട്. അത് ചില ആൾക്കാർ ഉള്ളിൽ വെച്ചിരിക്കുന്നു. ഇവന് ആ ആഹ്ലാദം കൊണ്ട് അത് കമന്റിൽ കൂടി വെളിയിൽ വരുന്നു. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ആൾക്കാരാണ് ഉള്ളത്. അപ്പോൾ അത് തിരിച്ചറിഞ്ഞ് നിൽക്കുന്നതും കൂടി നന്നാവും. കാരണം നമ്മൾ ഒരു അപകട സ്ഥലത്താണ് നിൽക്കുന്നത്. എല്ലാവരും അപകടകാരികളാണെന്നല്ല, പക്ഷെ അതിനകത്ത് അപകടകാരികൾ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് നിൽക്കുന്നതാണ് ഒത്തൊരുമയോടുകൂടി നിൽക്കട്ടെ. മനുഷ്യരെ തിരിച്ചറിയട്ടെ. മനസ്സിലാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.